എങ്ങോട്ട് നോക്കിയാലും വ്യാജന്മാരാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലത്ത് വൻ വ്യാജ സോപ്പ് ശേഖരം പിടികൂടി. നിർമ്മാതാവിന്റെയോ മറ്റ് വിവരങ്ങളോ രേഖപ്പെടുത്താതെ പ്രമുഖ ബ്രാൻഡിന്റെ സോപ്പ് എന്ന രീതിയിലുള്ള വ്യാജ സോപ്പാണ് പിടികൂടിയത്. 1000-ലധികം സോപ്പ് പിടിച്ചെടുത്തു. കൊല്ലം ആണ്ടാമുക്കത്ത് പ്രവർത്തിക്കുന്ന ന്യൂ ഇന്ത്യ കെമിക്കൽസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. ഈ സോപ്പുകൾ ഇപ്പോൾ വിപണിയിലുള്ള ഏത് ബ്രാൻഡിന്റെ പേരിലാണ് ഇറക്കാൻ ശ്രമിച്ചത്? റിയ എനിക്ക് സജസ്റ്റ് ചെയ്ത സോപ്പ് എന്നൊരു നായിക പറയുന്ന ആ ബ്രാൻഡിൻ്റെ കോപ്പിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം. ഔഷധ സോപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സോപ്പ് ഇറക്കുന്നത്. 10 രൂപയാണ് വില. അതോടൊപ്പം തന്നെ ഈ സോപ്പ് ഏതാണെന്ന് ഇതിൻ്റെ നിറം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതും അതേ ബ്രാൻഡിൻ്റെ സോപ്പാണെന്ന് പറഞ്ഞിട്ടാണ് ഇറക്കുന്നത്. ഇതെല്ലാം തന്നെ വ്യാജമാണ്. ഈ സോപ്പുകൾ അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നെല്ലാം രോഗം വരികയും ചെയ്യും. ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായിട്ട് ഡ്രഗ് കൺട്രോൾ ബോർഡ് നടത്തിയ പരിശോധനയാണ് ഈ സോപ്പ് ശേഖരം കണ്ടെത്തിയ വ്യാജ സോപ്പുകളാണ്. ഇത് അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊലിക്കൊക്കെ തന്നെ രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ റീജിയണൽ ഡ്രഗ് ഇൻസ്പെക്ടർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇവരാണ് ഇന്ന് കൊല്ലത്ത് നടത്തിയ പരിശോധനയിൽ ഇത്തരം വ്യാജ സോപ്പുകളുടെ ഏകദേശം 1000-കണക്കിന് സോപ്പുകളാണ് പിടിച്ചിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളുടെ മുന്നിൽ സാമ്പിളുകൾ മാത്രമാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. റോഡ് സൈഡിലെല്ലാം തന്നെ ഇത്തരത്തിൽ സോപ്പുകൾ വിൽപ്പന നടത്തുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഒന്നും പറയാതെയാണ്. നമുക്ക് ഇതിൻ്റെ ഈ ഡ്രഗ് ഇൻസ്പെക്ടറോട് തന്നെ ചോദിക്കുക, സാർ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കണ്ടെത്തിയത്? ഒരു തരത്തിലുള്ള ബ്രാൻഡിംഗ് ഇല്ലേ, കവറില്ലേ, ബോക്സ് ഇല്ലേ, അങ്ങനെയൊന്നും ഇല്ലേ? ഇല്ല, ഇത് കവറോ ബോക്സോ ഒന്നുമില്ല. ഇത് മാർക്കറ്റിൽ വ്യാപകമായി വിൽക്കപ്പെടുന്ന ഒരു ബ്രാൻഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് ഇത് ഇറക്കുന്നത്. ഇത് സോപ്പ് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ വീടാന്തരം കയറിറങ്ങി വനിതകളാണ് ഇതിൻ്റെ സെയിൽസ് ഏജൻസ്. ഇവർ വീടുകളിൽ പറയുന്നത് ഇത് PS-ൻ്റെ ഇത് ഒറിജിനൽ സോപ്പാണ്, യാതൊരു കലർപ്പും ഇല്ലാതെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇതാണെങ്കിൽ നമ്മുടെ ചന്ദ്രികയുടെ ഗ്ലിസറിൻ സോപ്പാണ്. അതൊരു സോപ്പ് ആയതുകൊണ്ട് ഇത് എപ്പോഴും ഒരു കോസ്മെറ്റിക് ലൈസൻസിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യേണ്ടത്. കോസ്മെറ്റിക് ലൈസൻസ് മാനുഫാക്ചർ ചെയ്താൽ ഇതിൻ്റെ ലേബൽ, അതിൻ്റെ പേര്, ബാച്ച് നമ്പർ, എന്താണ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്, അത് എന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആരാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതിൻ്റെ TFM എത്രയാണ്, ഇത്തരം ഡീറ്റെയിൽസ് ഉണ്ടാകണം. ഡ്രഗ് ലൈസൻസ് നമ്പർ, കോസ്മെറ്റിക് ലൈസൻസ് നമ്പർ മാനുഫാക്ചറിംഗ് കൊടുത്തിരിക്കുന്നത് ഇത് ഇത്രയും രേഖപ്പെടുത്തണം. എങ്കിൽ അധികമായി ഉപയോഗിക്കുന്നുണ്ട് ദോഷങ്ങളുണ്ടാവും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് നമ്മൾക്ക് ഇപ്പോഴും നിശ്ചയമില്ല. എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഹെവി മെറ്റൽസ് ഉണ്ടോ, മറ്റേതെങ്കിലും ബ്ലീച്ചിങ് ഏജൻറ്റ്സ് അടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അത് അടങ്ങിയിട്ടുണ്ടോ എങ്കിൽ നമ്മുടെ സ്കിന്നിൽ കൂടി ഇത് അബ്സോർവ് ചെയ്ത് സ്കിൻ ഡിസീസും. ദിലീപ്, ഒരു കാര്യം കൂടി, ഈ സോപ്പ് പിടിച്ചെടുത്തത് എവിടെ നിന്നാണ്? ഇത് നിർമ്മിക്കുന്ന യൂണിറ്റിൽ നിന്നാണോ? ഇതാരാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്? ഇതൊരു കുടിൽ വ്യവസായം പോലെ നിർമ്മിക്കുകയായിരുന്നു. ഇത് ഒരു കടയിൽ നിന്നാണ്. ഏത് കടയിൽ നിന്നാണ് പിടിച്ചെടുത്തത്? ഇത് ആരാണ് ഉണ്ടാക്കിയത്? അതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ്? അതായത് ഇതിൻ്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് പാലക്കാട് നിന്നാണ് ഈ കൊല്ലത്തെ ഹോൾസെയിലർ എത്തുന്നത്. ഈ ഹോൾസെയിലിൽ നിന്ന് വനിതകളും മറ്റ് ഏജൻസും വന്ന് വാങ്ങിക്കൊണ്ടുപോയി വീടാന്തരം കയറി ഇറങ്ങിയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. അതാണ് പെട്ടെന്ന് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാത്തത്. കടകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ ഇല്ലാത്തത് കൊണ്ട് ഇത് നമ്മൾക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് 10 രൂപ മാത്രമായതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ പെട്ടെന്ന് തങ്ങൾ വിപണിയിൽ കാണുന്ന, പരസ്യത്തിൽ കാണുന്ന സോപ്പാണെന്ന് വിചാരിക്കുകയും ചെയ്യും. അല്ലേ ദിലീപ്? ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായിട്ട് ഇൻസ്പെക്ഷൻ പോയത്. തീർച്ചയായിട്ടും സുജിയ, ഇത് 10 രൂപയുടെ സോപ്പായതുകൊണ്ട് മാത്രമല്ല, ഇതിന് പല ഗുണങ്ങളാണ് ഇവർ പറയുന്നത്. 3 എണ്ണത്തിന് ചിലപ്പോൾ 10 രൂപ കൊടുക്കുന്നു. അങ്ങനെ കുടിൽ വ്യവസായം പോയ പാലക്കാട് നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സോപ്പാണ്. ഇത് അമിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിൻ ഡിസീസസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവർ പറയുന്നത് ഇത്തരം സോപ്പുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ ബ്രാൻഡുകളും പരിശോധിക്കണം, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിശോധിക്കണം, TDF പരിശോധിക്കണം. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഈ സോപ്പ് വാങ്ങാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിനിപ്പോൾ ഇവിടുന്ന് വെച്ച് 1000-കണക്കിന് സോപ്പുകളാണ് ഈ ഡ്രഗ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായിട്ടാണ് സുജിയ ഈ സോപ്പുകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഓക്കെ, ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. മായം കലർന്ന വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക, അതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.